ഇയാളുടെ മാല ഞാൻ ഓടുമ്പോ എന്റെ ഈ കയ്യിൽ കുടുങ്ങി പൊട്ടിപ്പോയി. മാല ഞാൻ പൊട്ടിച്ചടി ചാടിച്ച് കയറി വാ. പവിഴം പോൽ പവിഴ എനിക്ക് അറിയില്ല. എന്നെ ഇടവേള സുരാജ്. ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരാൾ തൂങ്ങി മരിച്ചു. അത് കാണാൻ വേണ്ടി ആദ്യമായിട്ട് പോയി അയാളുടെ കെട്ടഴിച്ചപ്പോൾ ശ്വാസം വേണപ്പോൾ ഞങ്ങൾ എല്ലാ കുട്ടികളും പേടിച്ചോടിപ്പോയി. ചിരിക്കടോ, ഒരു ഇത്ര വലിയ സംഭവം പറഞ്ഞിട്ട്. അടിപൊളി. സ്വന്തം പേര് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ നടന്ന സംഭവം. പുറത്തു പറയാൻ പറ്റില്ല. നടന്ന സംഭവം സിനിമയുടെ ഷൂട്ട് തീർന്ന ശേഷം നടന്ന സംഭവം. ഷൂട്ടിന് ശേഷം നടന്ന സംഭവം നമ്മള് നടന്ന് വീട്ടിൽ പോയി. ഉണ്ണിയേട്ടന്റെ എന്തൊക്കെ ഒരു 4 ക്വാളിറ്റീസ് ആണ് നിങ്ങളുള്ളതെന്ന് ചോദിച്ചാ എന്തായിരിക്കും പറയാ? എന്തായിരിക്കും നിങ്ങളുള്ള ക്വാളിറ്റീസ്? പണിക്ക് പോകില്ല. പണിക്ക് പോവാത്തല്ല, അയാൾക്ക് 3 മാസം ജോലി 3 മാസം ലീവുമാണ്. ഷിപ്പി കേട്ടിട്ടുണ്ടാവില്ലേ നീ? ഓരോ ദിവസവും നമുക്ക് മാറ്റങ്ങളുണ്ടാവും. ഇന്ന് ചിലപ്പോൾ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ടാവും. നമ്മൾ ചെയ്തൊരു തെറ്റ് വേറെ ആൾ കറക്റ്റ് ചെയ്യും. നമ്മൾ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നും. നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തിരിച്ചു. അങ്ങനത്തെ ഡെയിലി നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഈഗോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും പല കാര്യങ്ങൾക്ക് ഈഗോസ് ഉണ്ട്. അങ്ങനെ ഈഗോ ബേസ്ഡ് അല്ല, അത് അവരവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ തിരിഞ്ഞ് വരുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രൊട്ടക്ഷനായി മാറാം ചിലപ്പോൾ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സംഭവബഹുലമായ പ്രശ്നങ്ങളിലൂടെ ഒരു യാത്ര. നടന്ന സംഭവം. ബോൺജിയോർ, യു വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് ഹാർവിയോറ പ്രസൻസ് ഫാന്റാസ്റ്റിക് ഫൗസ്റ്റീന. അപ്പൊ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 3 പേരാട്ടോ. നമ്മുടെ സ്വന്തം ബിജു ചേട്ടൻ, സുരാജ് ചേട്ടൻ, സുധു ചേട്ടൻ. 3 പേർക്കും വെൽക്കം ടു ദ ഷോ. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണു. വന്നപ്പോ തന്നെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഫുൾ ചിരിച്ചൊക്കെയാണല്ലോ ഇരിക്കണേ. ശരിക്കും ചേട്ടാ എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? എന്താ ഈ നടന്ന സംഭവം? നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ രാകേഷ് തിരക്കഥാകൃത്തിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ഇൻസിഡന്റ്. രാജേഷ് ഗോപിനാഥ്, അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം സമീർ താർ എല്ലാവരും ഏതായിരുന്നു? ആ അതന്നെ, നീ അഭിനയിച്ച പടം. ഞാനില്ല, വേഗം പറ. രാജേഷിന്റെ ആദ്യത്തെ പടം പറഞ്ഞേ. രാജേഷിന്റെ ആദ്യത്തെ പടം സത്യത്തിൽ ആരാ അഭിനയിച്ചേ? അതെ. അപ്പൊ കലിയുടെ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള നടന്ന സംഭവം. അപ്പൊ ചേട്ടൻ, ഞാൻ ആദ്യം പോസ്റ്റ് കണ്ട സമയത്ത്, ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് പോസ്റ്റ് കണ്ടപ്പം സുരാജേന്റെ മൂത്താണെങ്കിൽ അൾട്ടിമേറ്റ് പുച്ഛം, ബിജു ചേട്ടനാണെങ്കിൽ ഭയങ്കര കള്ളച്ചിരിയൊക്കെ. അപ്പൊ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. സംഭവം പിടിയിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ട്രെയിലർ കണ്ട സമയത്താണ് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിജു ചേട്ടൻ ഒരു കുഞ്ഞി കള്ളക്കാമുകൻ അങ്ങനത്തെ ഒരു സംഭവം ആണെന്നു. അല്ലേ? കഥ മനസ്സിലായി. അല്ല, ട്രെയിലറിലുണ്ടല്ലോ എല്ലാവരുടെ അടുത്തും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഭയങ്കര ജെല്ലായി നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഒരു ക്യൂട്ട് ഉണ്ണിയായിരുന്നു. സുരാജേട്ടനാണെങ്കിൽ അല്ല താരയുടെ ഒരു ഭർത്താവാണ്. ഭയങ്കര ഭയങ്കര അൾട്ടിമേറ്റ് പൂച്ച, ഇങ്ങനെ കിട്ടിയ ഒന്ന് കൊടുക്കാതെ നോക്കി നടക്കണതായിരുന്നു. അപ്പൊ ശരിക്കും ചേട്ടാ ത്രൂ ഔട്ട് ദ മൂവി പറഞ്ഞ പോലെ നിങ്ങൾ തല്ലും വടി ഇടിയാണോ, അതോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അബി ദോസ്ത മോഡിലേക്ക് വരുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രസകരമായ കുറെ ഇൻസിഡന്റിലൂടെ പോകുന്ന സിനിമയാണ് നടന്ന സംഭവം. റിയൽ ഇൻസിഡന്റ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ നമ്മുടെ ഒരുപാട് ഇൻസിഡന്റുകൾ നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. ഇത് ഒരു എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും രാജേഷിന്റെ ഗോവിന്ദന്റെ റിയൽ പുള്ളിക്കുണ്ടായ ഒരു ഇൻസിഡന്റും അതിന്റെ കോർത്തിണക്കിയ കുറെ ഇൻസിഡൻസ് ഇത് ഞാൻ പറ്റത്. ആക്ച്വലി ഇത് നടന്ന സംഭവം എന്നുള്ള പേര് പറയാൻ കാരണം തന്നെ ഒരു കോളനിയിലേക്ക് പുതിയതായിട്ട് ഒരു താമസക്കാർ വരുന്നു. ആ കോളനിയിൽ ഓൾറെഡി ഉള്ളവരാണ് ഇവരൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ളത്. ഇവർ വന്നതിന് ശേഷം ഉണ്ടാവുന്ന ചില കോൺഫ്ലിക്ട്സും രസകരമായ കോൺഫ്ലിക്ട്സും പിന്നെ അതൊരു സീരിയസ് ഇഷ്യൂയിലേക്ക് മാറുകയും ഇഷ്യൂ മാറി കഴിഞ്ഞിട്ട് അത് പിന്നെ അതിന്റെ
ഏരിയകൾ ധാരണയാണോ അത് റിയൽ ആണോ എന്നുള്ളതെല്ലാം ചിലപ്പോ മാന്യനായിരിക്കാം ഉണ്ണി. അല്ല, അതാണ് കാണേണ്ട ഏരിയ എന്നുള്ള പടത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഏരിയയും നിങ്ങൾ കഥ ഇങ്ങനെ പല വഴി കൂടെ കുറച്ചും കൂടെ കാര്യമായിട്ട് പറഞ്ഞുതരാം. അല്ല അവൻ കാര്യമായിട്ട് എന്തെങ്കിലും മനസ്സിലാവണേ നമുക്ക് കൂടെ ഒന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ചാനലുകാരുടെ ഇടയിൽ ഒരു പുതിയ ചാനൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് വിജയേട്ടൻ. ചിന്തിച്ചില്ല. ഇല്ലടാ, അത് വർക്കായില്ല. അതാണ് മനസ്സിലായില്ലേ? ഇല്ലേട്ടാ, പുതിയൊരു ഓൺലൈൻ ചാനൽ വന്നു എങ്ങനെ ഇരിക്കും? നമുക്കൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. ആ, അത് തന്നെ. ഓ, അപ്പൊ അജിത്തേട്ടൻ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഒരു കോമ്പറ്റീഷൻ ആണ്. അതെ, ഞാൻ ശരിക്കും നടന്ന സംഭവം എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ മെയിൻ ആയിട്ട് നടക്കുന്നതാണ് ഈ ബെസ്റ്റ് സംഭവം ഇല്ലേ, അത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഇങ്ങനെ എടുത്ത് ഏറിക്കേറ്റുന്ന സംഭവം. അപ്പൊ ഞാൻ വെച്ചപ്പോ കറന്റ് നടക്കണ ആ സംഭവം ആയതുകൊണ്ടായിരിക്കും ഇതിന് നമ്മൾ നടന്ന സംഭവം എന്ന് പേരിട്ടതെന്ന്. അല്ല അത് അല്ല, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഒരു ട്രെയിലർ മാത്രമല്ലേ നമ്മൾ തന്നിട്ടുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. റിയൽ എന്താണെന്നുള്ള നമ്മൾ സിനിമയെ തന്നെയാണ്. ഞാൻ പലപ്പോൾ ഏത് സിനിമയ്ക്ക് നമ്മൾ പ്രൊമോഷൻ വന്നിരിക്കുന്നത് ആ സിനിമ വരുന്നു, പ്രഷർ കാണണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ നാച്ചുറലി പ്രൊമോഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാനും പറ്റില്ല. കാരണം കഥയുടെ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് മാത്രം പോകുന്നതായതുകൊണ്ട് നമുക്കത് പറയാനും പറ്റില്ല. അപ്പൊ നമ്മളുടെ ഏരിയയിലുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആ സിനിമ ചെയ്തു. ഞങ്ങൾ 100% നന്നായി ചെയ്യാനാണ് എല്ലാവരും ശ്രമിച്ചത്. ട്രെയിലറൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ചിരിക്കാനും ഭയങ്കര ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ ഇവിടെ വന്നിരുന്നപ്പോ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഭയങ്കര ഇപ്പൊ നമുക്കാണെങ്കിലും കാണണം എന്ന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ഭയങ്കര ട്രെയിലറാണ്. ഇപ്പൊ കഴിഞ്ഞ നേരത്തെ നമുക്ക് സാന്ദ്ര ചേച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ശ്രുതി ചേച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിലും ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ജൂൺ 21 ആയാൽ മതി എന്നാണ് ശരിക്കും. ഇത്രയൊക്കെ കള്ളം പറയുവോള്? ഞാൻ സത്യം മാത്രം പറഞ്ഞു. ശരിക്കും ചേച്ചി കേട്ടപ്പോ ഐ റിയലി ഫെൽറ്റ്. ശ്രുതി ചേച്ചി ജെനുവിനായിട്ടാ പറഞ്ഞത് നമ്മളോട് പറഞ്ഞേ. ഇപ്പൊ ചേട്ടാ, ഇപ്പൊ ഉണ്ണിയേട്ടന്റെ ക്യാരക്ടർ നമ്മൾ അതിനകത്ത് കണ്ടു, ഭയങ്കര എല്ലാവരും ജെല്ലായി പോണ, ഭാര്യനെ മക്കളൊക്കെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് അങ്ങനെ. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ഇപ്പൊ നിങ്ങളും കല്യാണമൊക്കെ കഴിച്ചല്ലോ, അപ്പൊ ഞാൻ ചോദിക്കാണ് ഉണ്ണിയേട്ടന്റെ എന്തൊക്കെ ഒരു 4 ക്വാളിറ്റീസ് ആണ് നിങ്ങളുള്ളതെന്ന് ചോദിച്ചാ എന്തായിരിക്കും പറയാ? എന്തായിരിക്കും നിങ്ങളുള്ള ക്വാളിറ്റീസ്? പണിക്ക് പോകില്ല. ഉണ്ണിയുടെ പണിക്ക് പോകത്തില്ലേ? പണിക്ക് പോവാത്തല്ല, അയാൾക്ക് 3 മാസം ജോലി 3 മാസം ലീവുമാണ്. ഷിപ്പി കേട്ടിട്ടുണ്ടാവില്ലേ നീ? എനിക്കില്ലാത്ത എന്റെ കഥാപാത്രത്തിന് ഇല്ലാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ക്ലിയർ ആയിട്ട് സംസാരിച്ച് മനസ്സിലാക്കാനും പെട്ടെന്ന് ഇദ്ദേഹമായിട്ട് കമ്പനി ആവും. അത് എനിക്ക് തോന്നുന്നു ബിജുചേട്ടനുമായിട്ട് റിയൽ ക്യാരക്ടറും കൂടെയാണ്. ആരും പെട്ടെന്ന് പുള്ളിയായിട്ട് ജെല്ലാവും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിടയല്ല പുള്ളി, നീ എവിടെ നിൽക്കടാ. അല്ല, ഇതിലെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് ഒരു ക്യാരക്ടർ ഒരു കോളനിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുള്ളിയാണ് അവിടുത്തെ എല്ലാം. അവിടേക്ക് പുതിയൊരാള് വരുന്നു, ആ വരുന്നതിൽ പുള്ളിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഡെവലപ്പായിട്ട് വരുന്നതിൽ ഉണ്ടാവുന്നതാണ് ഇതിന്റെ ബേസിക് സംഭവം. കുഞ്ഞ് ഈഗോ ക്ലാഷ്. അത് ഞാൻ ഇതിന്റെ ട്രെയിലർ നോക്കണ സമയത്ത് കമന്റ്സ് നോക്കി കഴിഞ്ഞപ്പോ നിങ്ങളായിരിക്കും അടുത്ത 2 ഈഗോ ക്ലാഷ് സ്റ്റാർസ് ആയിട്ട് പോകാൻ പോണെന്നൊക്കെ ഞാൻ വായിച്ചായിരുന്നു. ഈഗോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും പല കാര്യങ്ങൾക്ക് ഈഗോസ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഈഗോ ബേസ്ഡ് അല്ല, അത് അവരവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ തിരിഞ്ഞ് വരുന്നു കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രൊട്ടക്ഷനായി മാറാം ചിലപ്പോൾ. ഭാര്യയുടെ അടുത്തേക്കാണ് മുന്നേറ്റം തിരിഞ്ഞതല്ലേ? ഏയ്, ഞാൻ വളരെ നടന്ന സംഭവത്തില് എന്റെ ഞാൻ വളരെ മാന്യമായിട്ട് പടം കാണാതെ കഥ അല്ല, ട്രെയിലറിൽ എല്ലാം ഒരു ഡയലോഗ് കൂടെ ഇട്ട സിനിമ. അല്ല, ട്രെയിലർ കണ്ടപ്പോഴേക്ക് മനസ്സിലായ കാര്യം എന്താ ചോദിച്ചാൽ സിനിമ. അതെ, ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാള്, കല്യാണമൊക്കെ കഴിഞ്ഞ് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാള്. അപ്പൊ ഞാനില്ലാത്ത സമയത്ത് ഏതെങ്കിലും രാത്രി എൻ്റെ വൈഫിനോട് ഒരുത്തം വിളിച്ച് എന്തെങ്കിലും അനാവശ്യം പറയുകയോ ഇല്ലെങ്കിൽ വൃത്തിയുടെ എന്തെങ്കിലും സംസാരിച്ചോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് അറിയാം, സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല, വിചാരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. ഓക്കെ ചേട്ടാ, എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ നമ്മുടെ മുമ്പത്തെ ഒരു സിനിമയില് പണ്ടിറങ്ങിയത് മറ്റേ അയലത്തെ അദ്ദേഹം, അതിന്റെ പിന്നെ ദിലീപേട്ടന്റെയും ഒരു സിനിമയില്ലേ? അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ പോലെ എനിക്ക് തോന്നി. ഇത് സിനിമയൊന്നുമല്ല, ഇത് എല്ലാവരുടെ ലൈഫിലും എല്ലാ ഓഫീസുകളിലും എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ പരസ്പരം ഉണ്ടാകുന്ന കാര്യം. നടക്കുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അതാണ് നടന്ന സംഭവം. ഓക്കെ, ഇത് സുധു ചേട്ടനിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഉണ്ട്, ഞാൻ ചേട്ടൻ്റെ ഇങ്ങനെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നത് സാധാരണ ഒരു ഫിലിം സെറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സ്കെഡ്യൂളിനനുസരിച്ച് വരും, അതേപോലെ തന്നെ തിരിച്ചു പോകും. പക്ഷെ ഇവിടെ ചേട്ടൻ എല്ലാ മേഖലയിലും ഭയങ്കര ഇങ്ങനെ ജിൽജിലായിട്ട് നിന്ന് ഭയങ്കര ഒരു ക്രൂ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ്സ് ആയിരുന്നു. ക്രൂ മാത്രമല്ല, പ്രൊഡ്യൂസർ അനൂപിന്റെ പെറ്റാണ്, ഡയറക്ടർ വിഷ്ണുവിന്റെ പെറ്റാണ്.
അവൻ മലയാള എല്ലാവരുടെയും സിനിമയുടെ പെറ്റാണ് ചേട്ടൻ. പെറ്റാണ്. അപ്പൊ ശരിക്കും എന്തായിരുന്നു സെറ്റിൽ നടന്ന സംഭവം? സെറ്റിൽ ഞാൻ തന്നെ തേരപ്പരപ്പായിരുന്നു. പൊളി നടത്തായിരുന്നു. അതെ. ഇപ്പൊ നമുക്ക് ശ്രുതി ചേച്ചി എങ്കിലും വന്നപ്പോ പറഞ്ഞായിരുന്നു സെറ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തോ കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു, പിന്നെ കുറെ അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ സെറ്റ് ഭയങ്കര ഫണ്ട് ആയിരുന്നിട്ടുണ്ടാവും അല്ലേ? ആ സെറ്റ് ലൈവ് ഫുഡൊക്കെ ആയിരുന്നില്ലേ? ലൈവ് ഫുഡ് ലൈവ് ഫുഡൊക്കെ ആയിരുന്നു. ആ നിങ്ങള് ചേച്ചി പറഞ്ഞായിരുന്നു അപ്പം ചുട്ട കഥയും ദോശ ചുട്ട കഥയൊക്കെ. ഒരു കോളനി അല്ലേ, ഇപ്പൊ നമ്മൾ അതിന്റെ ആ ഒറ്റ പ്രമേസിൽ മാത്രം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ സോൺ ആണ്, വേറെ എവിടെയും അധികം ഷിഫ്റ്റുകളും ഇല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു വീട് പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും പല പല വില്ലാസിലാണ് താമസിക്കുന്നത്. നടന്നു. അപ്പൊ നമുക്കിനി ഒരു കുഞ്ഞു സെഗ്മെന്റിലോട്ട് പോയല്ലോ, ചെറുതാ പൊളിക്കല്ലേ? എന്തോ ചീപ്പായിട്ടാണ്. ഓക്കെ ഓക്കെ, ഈ സെഗ്മെന്റിന്റെ ഒരു മിനിറ്റ്. അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേര് വെച്ചാൽ നടന്ന സംഭവം ടൈറ്റിൽ സെഗ്മെന്റ്. ഇതാണ് നമ്മുടെ സെഗ്മെന്റ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ 3 പേര് നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആൻസേഴ്സോ 3 പേര് 1 by 1 പറഞ്ഞു. അപ്പൊ ആദ്യം ആര് പറയണം നിങ്ങൾ തീരുമാനിച്ചു. ആരാ? സുധിച്ചാൻ ഇങ്ങനെ പറയാൻ വെയിറ്റ് ചെയ്തിരിക്കും. സാധനത്തിന് നല്ലതാണ്. അതാ ബീച്ചേട്ടൻ തന്നെ തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിയേറ്ററിൽ പോയൊരു സിനിമ ആദ്യമായി കണ്ടു എന്ന് നടന്ന സംഭവം. അതായത് ഫസ്റ്റ് പണ്ടൊക്കെ തിയേറ്ററിൽ ആദ്യമായിട്ട് പോയി കണ്ട സിനിമയൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? ആ ഒരു സിനിമ ആ ഒരു ടൈമിൽ എക്സ്പീരിയൻസ്. പല സിനിമകൾ കണ്ടിട്ട് ഓർത്തിരിക്കാതെ ഇപ്പൊ ഇരുമ്പഴികൾ എന്നൊരു സിനിമ കാണാൻ പോയിട്ട് എനിക്ക് അടി കിട്ടി. അല്ല അത് നടന്ന അല്ല ചേട്ടൻ പറഞ്ഞ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല നടന്ന സംഭവമാണ് അത്. സിനിമ കാണാൻ പോയിട്ട് ഇരുമ്പഴികൾ സിനിമ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഗേറ്റ് തുറന്നിട്ടില്ല, ഞാനും ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ പോയി. കുറെ ആൾക്കാർ ഇവിടെ ഭയങ്കര ചൂടാണ്. എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഷർട്ടൊക്കെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ചൂട് കാരണം അയാൾക്ക് ഇത്ര ഇറക്കുള്ള ഒരു മാലയുണ്ട്. ഗേറ്റ് തുറക്കേണ്ട ആളിങ്ങനെ ഗേറ്റ് തുറന്ന് അയാൾ ഓടിപ്പോയി. ഞങ്ങളെല്ലാം ഓടുന്ന സമയത്ത് ഇയാളുടെ മാല ഞാൻ ഓടുമ്പോ എന്റെ ഈ കയ്യിൽ കുടുങ്ങി പൊട്ടിപ്പോയി. അയാൾ മാല ഞാൻ പൊട്ടിച്ചു വെച്ചിട്ട് ഒരടി. അയ്യോ, സത്യമേ പറയുള്ളൂ. ശരിക്കും അപ്പൊ എന്റെ അമ്മയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ചേട്ടൻ സിനിമയിൽ വന്നോ? സിനിമയിൽ വന്ന് ഇരുമ്പഴി കൊണ്ട് അല്ല ചേട്ടൻ സിനിമയിലൊന്നും പഠിച്ചു ക്ലാസ് കട്ട് ചെയ്ത് എങ്ങനെയാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തത്. ക്ലാസ് കട്ട് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ കാലത്തല്ലോ. സുരാജേട്ടൻ അങ്ങനെ ആരുടെങ്കിലും മാലയൊക്കെ പൊടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എന്തായിരുന്നു കഥ? ഏത് സിനിമ കാണാൻ പോയപ്പോ? സിനിമ കാണാൻ പോയപ്പോ എന്താ, അന്നൊക്കെ സിനിമ കാണാൻ പോകുമ്പം അല്ല ശരിക്കും ഞാൻ എൻ്റെ കുടുംബ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ് തിയേറ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്റർവെല്ലിന് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിന് ശേഷമുള്ള സിനിമകളാണ് കൂടുതലും കാണുന്നത്. പകുതി കാണൂല. പകുതി മനഃപൂർവ്വമല്ല, ടിക്കറ്റ് എടുക്കണ്ടേ. ഇത് ടിക്കറ്റ് എടുക്കാതെ അവര് പിന്നെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പുറത്തിറങ്ങുമല്ലോ. എന്നിട്ട് അവരുടെ കൂടെ കയറി അവസാനം ഇരിക്കാൻ പറ്റും. ബസ്സിൽ കയറി ഇരിക്കാൻ പറ്റും. അതെന്റെ സീറ്റ്. അപ്പൊ എല്ലാരും ഇരുന്നതിന് ശേഷം ഞാൻ ചെന്നിരുന്നു. ഇടവേള സുരാജ് ശരിയാ, ഇടവേളക്ക് കയറി വരുന്നതല്ലേ ക്ഷണിക്കപ്പെടാത്ത അതിഥി. ചേട്ടനപ്പോ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടോ അങ്ങനെ കേറിയിട്ട്? അന്ന് ഈ ടിക്കറ്റ് നോക്കണ പരിപാടി ഒന്നും ഇല്ല അല്ലേ? ഉണ്ട്. പിന്നെ ഇന്റർവെല്ലിന് ശേഷം ഒന്നും അധികം ആരും ടിക്കറ്റ് ഒന്നും അന്നൊന്നും. സുധിച്ചേട്ടന്റെ ചിരി കണ്ടാ അറിയാം എന്തോ കൂടെ കഥകൾ പറയാനുണ്ട്. അല്ല അന്ന് ഈ സരിതയിലൊക്കെ പോലീസുകാര് അടിക്കും നമ്മളെ വെറുതെ. വെറുതെ ഇവനെ കണ്ടടിക്കും. കണ്ടല്ല, മതിലിന്റെ മുകളിലേക്കും ടൈം ചാടിക്കോളാൻ പറയും. അപ്പൊ ചെല്ലാം ചാടി ഓടി കൗണ്ടറിൽ കയറും. പ്രാവശ്യം ഇതുപോലെ ദേവർ പടം തുടങ്ങിയപ്പോ ചാടിക്കോളം എന്ന് ചാടി ഇവന്മാര് ചാടിയില്ല. ആ പോലീസ് തിരിച്ച് അടിച്ചിട്ട് മതിരി അടിച്ച് തിരിച്ച്. പോലീസ് മുഖത്തിട്ടൊക്കെ അടിക്കല്ലോ. ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ അടിക്കുന്നത്. അന്ന് എന്റെ വില പോയി. ആദ്യമായിട്ട് വില പോകണം. തിരിച്ചു കിട്ടിട്ടേ അന്ന് പോയതൊക്കെ. അതാണ് ചേട്ടന് ഓർമ്മയുള്ളത്. ഭയങ്കര മിക്കവർക്കും തല്ല് കിട്ടിയ കഥകൾ നല്ല ഓർമ്മ ഉണ്ടാവും അല്ലെ? ഇപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഇപ്പം നമ്മള് ഭയങ്കര എനിക്ക് ആവശ്യമുള്ളായിരുന്നു. അതെ പറയാനെങ്കിലും ചെയ്യാൻ പാടില്ല. ഞാൻ സ്കൂൾ യൂണിഫോമിലായിരുന്നു. സ്കൂൾ യൂണിഫോമിലും കൂടെ ആയിരുന്നു. തെറ്റുള്ളതുകൊണ്ട് പിന്നെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ നിങ്ങളുടെ കഥകൾ കേൾക്കാൻ. നടന്ന സംഭവം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച രീതിയിൽ അവിടെ നടന്ന സംഭവം കൊറേ ഉണ്ടാവുമല്ലോ. അത് അങ്ങനെ ഒരു കാര്യമായിട്ട് മാത്രം പറയാമെന്നല്ല. നിങ്ങളുടെ മറ്റേ ടങ് ട്വിസ്റ്ററിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ഒന്നേ ഉള്ളൂ.
വേറെ എത്രയോ ഉണ്ട് ഒരുപാട്. ഉപജ്ഞാതാവ് കാരണം കുറെ നൈറ്റ് ഷൂട്ട്സ് ചേച്ചി ഉണ്ടായിരുന്നു. പറഞ്ഞത് കാക്കനാടന്റെ കഥ എന്തൊക്കെ പറയണ്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ല. കാക്കനാടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അല്ല അവിടെ എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ചേച്ചി പറഞ്ഞത്. പിന്നെ താനല്ലേ ഇന്റർവ്യൂ ചെയ്തത്. അല്ല എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ചിരിച്ച കഥകളാ. ചോദ്യം മാത്രം ചോദിക്കുള്ളൂ, പറയുന്ന മനസ്സിലാവണില്ല. ഞാനല്ല ഇന്റർവ്യൂ എടുത്തേ, വേറെ ആയിരുന്നു, നമ്മുടെ വേറെ ആങ്കർ എടുത്തേ. ഓക്കെ. അപ്പൊ ഞാൻ അവിടെ ഒന്ന് കേട്ടോണ്ടിരിക്കായിരുന്നു, വീക്ഷിച്ചോണ്ടിരിക്കായിരുന്നു. എന്നും ചിരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ട്. കാരണം നമ്മുടെ ഒഴിവുവേളകൾ സന്തോഷകരമാക്കുക എന്ന് പറയില്ല. ഒരു കോളനിയും കൂടുതൽ കുറെ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിരുന്നു. ചെന്നിരിക്കും തമാശക്കും എല്ലാരെയും പോലെ. എന്നാലും ഒരു കുഞ്ഞു ഇൻസിഡന്റ് ഓർമ്മ ഉണ്ടാവോ? ഇല്ലോ അങ്ങ് ഓർക്കണില്ല. ശ്രുതിയുടെ എന്താ? അല്ല ശ്രുതി ചേച്ചില്ല, നിങ്ങളെ പറഞ്ഞാൽ മതി, ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇവിടെ അങ്ങനെ ഒരെണ്ണായിട്ടൊന്നും അങ്ങനെ ഓർത്തിരിക്കാൻ. സുരാജേട്ടാ സുരാജ് എനിക്ക് 3 ബർത്ത്ഡേ മറ്റേ ചെലവ് അവിടെ എത്തിയിട്ട് അങ്ങനെ 2 പ്രാവശ്യം മറ്റേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതെന്താ ചേച്ചി? ഒരു രസം. ഫുഡൊക്കെ ഫ്രീ അല്ലേ? ആ എന്നും ഫുഡ് എന്നും അവിടെ വിഭവസമൃദ്ധമായ ഫുഡാണ് അനൂപ് തരാറുണ്ടായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എന്തോ അപ്പോ 2 പ്രാവശ്യം ചെയ്തെന്ന്. പ്രാവശ്യം എല്ലാം കണ്ടിട്ടേക്ക് പോവും. ബർത്ത്ഡേ പോയി. ഓ ഓക്കെ ഡൺ. ക്ലാസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തം പേര് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നടന്ന സംഭവം, അങ്ങനെ നോക്കാറുണ്ടാ? ഇതുവരെ നോക്കിയിട്ടില്ല. സ്വന്തം പേര് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ നടന്ന സംഭവം ഒന്നും പുറത്തു പറയാൻ പറ്റില്ല. ഇല്ല ഇതുവരെ നോക്കിയിട്ടില്ല. ഞാനങ്ങനെ നോക്കിയിട്ടില്ല, പക്ഷെ ഇത് സംഭവം നടന്നില്ല. നടന്നോന്ന് അറിയാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നിട്ടില്ല. എന്താണ്? എന്തെങ്കിലും ഓക്കെ, ഒരു സംഭവം കണ്ട് ആദ്യമായി പേടിച്ച് വിറച്ച രീതിയിൽ നടന്ന സംഭവം. അല്ല വിളിച്ചേട്ടൻ പറഞ്ഞോ. ഫസ്റ്റ് ഫസ്റ്റ് കണ്ട് പേടിച്ച് പേടിച്ച് വിറച്ച രീതിയിൽ നടന്ന സംഭവം. സിനിമ കണ്ടിട്ടോ? അല്ല അങ്ങനെയില്ല. അല്ല, അങ്ങനെയാണ്. ഞാൻ സ്കൂളിൽ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരാൾ തൂങ്ങി മരിച്ചു. അത് കാണാൻ വേണ്ടി ആദ്യമായിട്ട് പോയി അയാളുടെ കെട്ടഴിച്ചപ്പോൾ ശ്വാസം വേണ്ടപ്പോൾ ഞങ്ങൾ എല്ലാ കുട്ടികളും പേടിച്ചോടിപ്പോയി. നല്ലതല്ലേ? അടിപൊളി. നമ്മളന്ന് കോട്ടേഴ്സിന്റെ അടുത്ത് വീട്ടിലാണ്. ഏയ് അവിടെ തൂങ്ങി മരിക്കാൻ പറ്റില്ല, പോലീസ് ക്യാമ്പാ. 4th സ്റ്റാൻഡേർഡില് പണ്ട് അന്തകാലം ഉണ്ടായതാ. അയ്യോ അപ്പൊ ഉറങ്ങാൻ പറ്റിണ്ടാവില്ല. ചിരിക്കടോ, ഒരു ഇത്ര വലിയ സംഭവം പറഞ്ഞിട്ട്. അടിപൊളി. സുരാജേട്ടാ നടന്ന സംഭവം എന്തായിരുന്നു ചോദ്യം? ഞെട്ടിയത്, പേടിച്ച് വിറച്ച് ഞെട്ടിയത്. ആദ്യമായിട്ട് കണ്ണാടി നോക്കിയപ്പോ പറയാം. ഞെട്ടിയ അങ്ങനെ കുറെ ഇൻസിഡന്റ് ഉണ്ട്. അല്ല ഇങ്ങനെ പേടിച്ചത് ഞാൻ ഈ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ നമ്മള് US പ്രോഗ്രാമിന് പോയപ്പോൾ എല്ലാവരും അവിടെ അറിയാലോ, അധികമൊന്നും ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല അവിടുത്തെ ഉള്ള ആൾക്കാർ. അപ്പോൾ നമ്മളെല്ലാം പൂജയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്നപ്പോൾ ലൈറ്റ് എന്തോ ശരിയാക്കിക്കൊണ്ടിരുന്നു അവിടുത്തെ ഫോറിനേഴ്സ്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ നിന്നിട്ട് ഇവന്മാർ ഇത് വിട്ടിട്ട് ഫുൾ ഓഫ് ചെയ്ത് ഇനി 1 മണിക്കൂറിന് ശേഷം പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി അവര് വന്ന് ചെക്കിങ് ഇതെല്ലാം കഴിയണം. അന്ന് പേടിച്ചു പോയി. കാരണം ഇതെനിക്ക് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ അടി കിട്ടും, ഇത് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. അങ്ങനെ പേടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായി. പേടിച്ചിട്ടില്ല. നമ്മൾ ധൈര്യശാലിയാണ്, നമുക്കങ്ങനെ പേടിക്കാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നടന്ന സംഭവം, സിനിമയുടെ ഷൂട്ട് തീർന്ന ശേഷം നടന്ന സംഭവം. ഷൂട്ടിന് ശേഷം നടന്ന സംഭവം നമ്മള് നടന്ന് വീട്ടിൽ പോയി. ഓക്കെ, സെഗ്മെന്റ് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു. അപ്പുചേട്ടൻ മൈൽ സ്റ്റോണിന്റെ എല്ലാം അപ്പുചേട്ടൻ എനിക്ക് ചോദിക്കണം. അല്ല ചുമ്മാ ഫൺ. അല്ല, ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നടന്ന സംഭവം അതിന്റെ ബാക്കി പരിപാടികൾ RR പിന്നെ പരിപാടി എല്ലാം സെറ്റായി, പടം ക്ലീൻ ആയിട്ട് ഡബ്ബിങ് എല്ലാം ചെയ്ത് തയ്യാറായി 21-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് നടന്ന സംഭവം. കാണും ഷുവർ. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു ചേട്ടാ. ഓക്കെ ചേട്ടാ, എനിക്കുണ്ടല്ലോ ഈ ട്രെയിലർ കണ്ടപ്പോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ബട്ടർഫ്ലൈ പോലെ ചെവികൾ ഇങ്ങനെ വന്നൊരു സംഭവമില്ല, അതേപോലെ പൂക്കൾ മറ്റേ CCTV ക്യാമറ ഒക്കെ ആയിട്ട്. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനത്തെ CCTV അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാ? അത് എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ? നിങ്ങണ്ടോ? ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതല്ല, CC ക്യാമറ കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ശ്രദ്ധിക്കാറൊന്നുമില്ലേ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അങ്ങനെ ക്യാമറ ഉണ്ടോന്നോ അങ്ങനെ ആൾക്കാരുണ്ടോന്നൊക്കെ? അങ്ങനെ ആൾക്കാരുണ്ടോന്ന്
ആ അത് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നെയ്ബേഴ്സ് ആയാലും ഈ പറഞ്ഞ ചില റിലേറ്റീവ്സ് ആയാലും ഒക്കെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും എനിക്കില്ല. ഇല്ല? സുരാജേട്ടൻ അങ്ങനത്തെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരുള്ളൂ. അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൈവസി പോവും അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വരാറുണ്ടോ? അല്ല, അങ്ങനെ നമ്മള് അതിലൊരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കിയില്ലേ പിന്നെ തിരിഞ്ഞു നോക്കി അല്ല, അതിൽ ഫൺ ഉണ്ടാകുന്നറിയോ, പലപ്പോഴും ഈ ലിഫ്റ്റില് ക്യാമറ ഉള്ളത് പലതും അറിയില്ല, പലരും ഓർക്കില്ല. ഇപ്പൊ പലരും ഡ്രസ്സ് കറക്റ്റ് ചെയ്യുന്നതും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നതും എല്ലാവരും ചെയ്യുന്ന ലിഫ്റ്റിലാണ്. അപ്പൊ അത് ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കും. ഡ്രസ്സ് കറക്റ്റ് ചെയ്യണല്ല, ഐ മീൻ ആൾക്കാർ ലിഫ്റ്റിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഈ കാറിന്റെ ഒക്കെ ഗ്ലാസ്സില്ലേ, അതിനാണ് താത്തി തന്നെ ഫാമിലി ആകത്തിരിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ മുട്ടിയിട്ട് മാന്തി പറിച്ചിട്ട് അത് കഴിഞ്ഞ. അയ്യോ, അത് അടിപൊളി. പിന്നെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. അതായത് ചേട്ടൻ നമ്മുടെ സുരാജ് ചേട്ടനോട് പറയാനുണ്ട്, അതായത് തോന്നലുകളെല്ലാം ശരിയല്ല എന്ന് പറയുന്ന സംഭവമില്ലേ. അപ്പോ ശരിക്കും തോന്നലുകളൊക്കെ ചേട്ടൻ ആ ഒരു ടേമിനോട് ചേട്ടൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താ, നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താ? ശരിക്കും നമ്മളിപ്പം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ശരിയാവണമെന്നുണ്ടോ? ഇതോട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് മാറ്റങ്ങളുണ്ടാവും. ഇന്ന് ചിലപ്പോൾ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ടാവും. നമ്മൾ ചെയ്തൊരു തെറ്റ് വേറെ ആൾ കറക്റ്റ് ചെയ്യും, നമ്മൾ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നും, നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തിരിച്ചു. അങ്ങനത്തെ ഡെയിലി നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. ഇപ്പൊ ഈ സിനിമയിലും നമുക്ക് പഠിക്കാനുള്ളതും നമ്മൾ വിചാരിക്കുന്നതൊന്നും ആരും പെർഫെക്റ്റ് അല്ല. ഓരോരുത്തർക്കും മാറി ചിന്തിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നന്നാവും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു തോന്നുന്നു. പലതും കോർത്തിണക്കിയിട്ടാണ് സിനിമയും നമ്മുടെ പേഴ്സണൽ ലൈഫും. അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ട് ആൾക്കാർ കാണേണ്ടതുമായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പെറുക്കിയിട്ട് ഒരു സിനിമയാക്കിയിട്ടാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. അതേപോലെ നടന്ന സംഭവം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതായത് ഹസ്ബൻഡ്സിന് ബെസ്റ്റ് ആവാം, വൈഫിന് ആവാൻ പാടില്ല. അപ്പൊ അതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും നിങ്ങളുടെ ഒരു ഓൺ പേഴ്സ്പെക്റ്റീവില്? ഞാൻ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അവരവരുടെ ലൈഫ് അവരവരെങ്ങനെ കൊണ്ടുപോകുന്നു, അവർ ലൈഫിനെ എങ്ങനെ കാണുന്നു, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ. ചേട്ടൻ അതിനോട് എന്താ യോജിക്കണം, ആ ഒരു സെന്റൻസിനോട്? ഇപ്പൊ ഇതുവരെ കാര്യങ്ങളൊക്കെ സുരാജ് ചേട്ടാ ബെസ്റ്റ് അത് അവരവരുടെ താല്പര്യമാണ്. അല്ല, ചേട്ടന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാ? പേഴ്സണൽ ചേട്ടന്റെ സുരാജ് ചേട്ടന്റെ ഒരു പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ്? എനിക്കിപ്പോ ബെസ്റ്റ് ഇല്ല. എനിക്ക് ബെസ്റ്റ് ഇല്ല, അതുകൊണ്ട് എന്റെ ഭാര്യക്ക് ബെസ്റ്റ് വേണ്ട. എനിക്കില്ല, നിനക്ക് വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അതിന് മുന്നേ ഇപ്പൊ നടന്ന സംഭവം നമ്മുടെ ജൂൺ 21 വരാൻ പോവാം. അപ്പൊ നിങ്ങൾ മൂന്നുപേരും പറയുന്നത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോംബോ ആണ്. ഇപ്പൊ സുരാജ് ചേട്ടനും ബിജു ചേട്ടനായാലും നമ്മൾ ഭയങ്കര നോക്കിയിരിക്കുന്ന ഒരു കോംബോ ആണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുമിച്ചൊരു മൂവി ലാസ്റ്റ് ചെയ്തത് 2015 അപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം. ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വരുന്ന ഒരു കോംബോ ആണ് നിങ്ങളുടെ രണ്ടുപേരുടെ. അപ്പോ ഇത് അവസാനിക്കാൻ പോണേക്ക് മുമ്പ് മൂന്നുപേരും കൂടെ ഒരു പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടാം. മൂന്നുപേരും കൂടെ ഒരു പാട്ട്, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ഒരു രണ്ടുപേര് നീ പാടും. നീ അല്ലേ? എനിക്കറിയില്ല. സുരാജ് ചേട്ടാ അറിയാം. ഇല്ല ഇല്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഒട്ടും കോൺഫിഡന്റ് അല്ല. സുരാജ് ചേട്ടാ പാടിക്കോ. പവിഴം പോൽ പവിഴ എനിക്ക് അറിയില്ല. എനിക്ക് അറിയില്ല. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും പാടും, പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് പാടാൻ പറയുന്നു. കോൺഫിഡൻസ്. അപ്പൊ എന്തായാലും 21 സംഭവം അടിച്ചു പൊളിക്കട്ടെ. തിയേറ്ററുകളിൽ ഫുൾ ആൾക്കാരെങ്കിലും അടിച്ചു കയറി വരട്ടെ. സംഭവം അടിപൊളിയാവും. അത് അടിച്ചു കയറി വരട്ടെ. അപ്പൊ സംഭവം അടിച്ചു പൊളിക്ക്. ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ